നാട്ടിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയായിരുന്നല്ലേ? എന്തൊക്കെയാ പറയാനുള്ളത്? പറഞ്ഞേ. നമ്മുടെ റേഷന്റെ കാര്യം നിങ്ങൾ പറയുന്നത് കേട്ടായിരുന്നു. റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അനർഹമായ രീതിയിൽ മേടിക്കുന്നവരുടെ ലിസ്റ്റുകൾ ആദ്യമേ ശരിയാക്കണം. ഓരോ റേഷൻ കാർഡിലും ആരാ പാവപ്പെട്ടവരെന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അനർഹമായുള്ളവരെ നീക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ലിസ്റ്റ് ഇപ്പം എത്രയോ പേരുണ്ട് പാവങ്ങൾ, ഒരു കാലോ കയ്യോ മേലാത്തവർ, അവർക്ക് അനങ്ങാൻ പോലും മേലാത്തവർ ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ ഭക്ഷണത്തിലൊക്കെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി വീടാന്തരം ആരെങ്കിലും വാളണ്ടിയേഴ്സിനെ വെച്ചൊക്കെ ആയിട്ട് നമ്മൾ എടുക്കണം. എടുത്തേച്ച് അവരെ പോലെയുള്ളവർക്ക് ഈ ഇഷ്ടംപടി റേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് കോഴിക്കും പട്ടിക്കും കൊടുക്കാൻ പാകത്തിന് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വെറുതെ കൊടുക്കുന്നതിനൊന്നും ഒരു മൂല്യമില്ല, നമ്മളെപ്പോഴും വിലയില്ല. അപ്പം നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ ഇത്രയും റേഷൻ കൊടുത്തിട്ടും ആർക്കും ഒരു വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത്. ഇഷ്ടംപടി അരി നമ്മൾ കൊടുക്കുന്നു, അതനുസരിച്ച് അത് മേടിച്ച് കഴിഞ്ഞേച്ച് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. 7 കിലോ 15 കിലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അവർക്കൊരു മാസം അത് കഴിഞ്ഞ് മിച്ചം കിടക്കുവാണ്. ഈ റേഷൻ എന്നാ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. മനസ്സിലായോ? ചിലർ നമുക്കറിയാവുന്നല്ലേ, പണ്ട് ആരാണ്ട് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി വിറ്റെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അറിയാമോ? ഇങ്ങനെയുള്ള അരികളൊക്കെ ഹോസ്റ്റലിലോ അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ പൈസയാക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നു പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മളെന്തെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ റേഷൻ വിതരണത്തിലൊക്കെ നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസകൾ ലാഭിക്കാൻ പറ്റും. അതുപോലെ പ്രിയദർശിനി ബസ്, ഇപ്പോൾ പ്രിയദർശിനി ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അസുഖമുള്ളവർ അല്ലെങ്കിൽ തീരെ പൈസ ഇല്ലാത്തവർക്ക് അവർക്കൊക്കെ ഒരു പാസ് വെച്ച് കയറ്റുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും കയറാം. ആണുങ്ങളെ കയറണം. പിന്നെ പിള്ളേർക്ക് വല്ല അംഗവൈകല്യമുള്ള പിള്ളേരെ കൊണ്ട് പോകുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ പൈസ ഇല്ലാത്തവർ, പള്ളിപ്പുറത്ത് വിടാൻ ഓട്ടോറിക്ഷ ചാർജ് ഇല്ലാത്തവർ, ഇവരെയൊക്കെ നോക്കി കണ്ടൊരു ബസ്സെ കയറ്റിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നല്ല ആരോഗ്യമുള്ളവർ, നല്ല പണിയെടുക്കുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ എല്ലാവരും ബസ്സേ ചാടി കയറുക, രാവിലെ കൂട്ടുകാരെയും കൂട്ടി മൂന്നാർ, മറയൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ടൂറ് പോവുക, തിരിച്ച് അവർ നല്ല ലാവിഷായിട്ട് ആ വണ്ടിയെ തന്നെ തിരിച്ചു പോരുക. കാരണം ഫ്രീ അല്ലേ, പൈസ കൊടുക്കണ്ടല്ലോ. കാരണം പൈസ കൊടുക്കണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് നിനക്കാണല്ലോ ഉത്സാഹമില്ലേ ഒരു യാത്ര പോയാൽ. ഫ്രീ. ഇപ്പം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ബസ്സേ കയറി കൂട്ടുകാരുമൊത്ത് പോവുകയല്ലായിരുന്നു ഇതുപോലെ പറഞ്ഞോണ്ട്. ഫ്രീ ആണ്, നീ ഫ്രീ ആണ് പോയേനെ. കേരളത്തിലുള്ളവർക്ക് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇപ്പം 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ഫുള്ള് വിലയുടെ സാധനം 50% ഡിസ്കൗണ്ടിന് മേടിക്കുന്നതിലിരിക്കും. ഓരോ സാധനങ്ങളും നമ്മൾ എന്തോരം ഫ്രീ കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് വിലയില്ല. നമ്മളവിടെ ചെന്ന് ഈ വണ്ടിയെ ചാടി കയറി പോവുക. എന്നിട്ട് ചുമ്മാ അവരെ ഇതെല്ലാം കഴിഞ്ഞേച്ച് ഈ തരുന്ന ആളെയും തെറി പറയും, കഴിക്കുന്ന ആളെയും കുടിക്കുന്ന ആളെയും തെറി പറയും. ഇത് പണ്ടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദീപചമ്പം മഹാചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? അപ്പം അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പം നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം എന്നല്ലാതെ വേറൊരാൾക്ക് കിട്ടണം എന്നുള്ള ചിന്തയൊന്നുമില്ല. എല്ലാവരെയും പാവങ്ങളെ നോക്കിക്കണ്ട് പാവങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെന്ന്. ഇപ്പം വെള്ളപ്പൊക്കം വന്നു, ഇപ്പം ഈ റേഷൻ ആവശ്യമുള്ളവരുണ്ട്. ഈ റേഷൻ അരിയൊക്കെ ഇഷ്ടംപടി ആവശ്യമുള്ള ആൾക്കാരുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മുറിയിലൊക്കെ ഈ കക്കനില്ലേ ഈ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത്, അതൊക്കെ വാരണമെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പം നമ്മൾ അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ധാരാളം സാധനങ്ങൾ കൊടുക്കുക, അവരെ നമ്മൾ പരിപാലിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ ഒരു ലൈനെ പോലെ ഒരു ലൈമാനെ നീ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഞാൻ ഇതുവരെ ഒരു ലൈമാനെ നമ്മൾ കണ്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്രയും സുരക്ഷിതമായിട്ടാണ് ലൈനുകൾ വിടുന്നത്. മനസ്സിലായോ? ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാതെ. കാരണം ഓരോ വീട്ടിലേക്കും കൊടുക്കുന്ന കറണ്ട് ഭൂമിക്കടി കൂടെ കൊടുത്തിരിക്കുന്നത്. അയ്യോ, നമ്മുടെ ഭൂമിക്കടി കൂടെ കൊടുക്കാനായിട്ട് പകുതിയാക്കി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതുണ്ടോ, ഇവിടെ ഇപ്പൊ മുകളിലത്തെ ലൈൻ പോയി കഴിഞ്ഞാൽ താഴത്തെ ലൈനിൽ കൂടെ പോകാനായി ഈ മുകളിലത്തെ ഇത് കണ്ടോ, പ്ലാസ്റ്റിക് ലൈൻ ഇട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ, മുകളിലത്തെ ലൈനെ കറണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ താഴത്തെ ലൈനിലോട്ട് കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടെ ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ എർത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഞാൻ ഇന്നാളെ നിങ്ങളെ കാണിച്ചായിരുന്നു. ഇവിടുത്തെ ചെമ്പ് കമ്പി കൊണ്ടാണ് എർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർ അതുപോലെ അധ്വാനിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നാളെ രാവിലെ പണി വേണമെന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ താൽക്കാലിക. അതുപോലെ ഇവിടെ ഒരു പോയി കിടന്നു കഴിഞ്ഞാൽ ഒരു സാധനം അന്നേരം നന്നാക്കും. മനസ്സിലായി? നടപ്പാതയാണെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് കണ്ടോ,
നടപ്പാതെ പൊളിഞ്ഞു പോയത് പോലും അന്നേരം ശരിയാക്കും. അപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇത് പഞ്ചായത്തിൽ നിന്ന് പിന്നെ സാങ്ഷൻ മേടിച്ച് അവിടുന്ന് സാങ്ഷൻ മേടിച്ച് ഇവിടുന്ന് സാങ്ഷൻ മേടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും സമയം കൂടുതൽ എടുക്കും. ഇപ്പം നമ്മൾ ഇന്നലെ ആശുപത്രിയിൽ പോയപ്പോൾ കണ്ടോ, അവിടെ ഒരു സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. അറിയാം, നമ്മൾ ആശുപത്രിയിൽ പോകുമ്പം അവിടെ ഒരു സിസ്റ്റമാറ്റിക്കാണ്. അവിടെ ആദ്യമേ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ ആദ്യമേ എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കുന്ന മാത്രം പോരാ, അവരത് കഴിഞ്ഞ് നമ്മൾ ശരിയാണോന്ന് അറിയാൻ നമ്മുടെ പാസ്പോർട്ട്, വിസ ഇതെല്ലാം മേടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളെ അകത്ത് കയറ്റുള്ളൂ. കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഗവൺമെന്റും പ്രൈവറ്റും കൂടെ ഉള്ള പ്രൈവറ്റ് അല്ല, എന്തോ ഒരു ഗവൺമെന്റിന്റെ കുറച്ച് അസോസിയേഷൻ പോലത്തെ അസോസിയേഷൻ അല്ല, ഈ എന്താ പാവപ്പെട്ട ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരും എല്ലാം കൂടെ കൂടി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഉള്ളിലത്തെ ആ വൃത്തിയും അവരുടെ ഇടപെടലില് അവിടുന്ന് ഒരു നേഴ്സ് ആദ്യമേ വന്ന് നമ്മുടെ പൊക്കമൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊക്കാൻ നോക്കുന്നത്. അല്ലാതെ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഊരിയിടുന്ന രീതിയിലല്ല. അവർ കറക്റ്റായിട്ട് പ്രഷർ കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ആദ്യമേ പഠിക്കുന്ന ഡോക്ടർ വരും, അത് കഴിഞ്ഞ് പഠിച്ച ഡോക്ടർ വരും, അത് കഴിഞ്ഞേച്ച് മെയിൻ ഡോക്ടർ വരും. 3 ഡോക്ടർമാരാണ് നമ്മളെയൊക്കെ നോക്കുന്നത്. ഇന്നലെ 1 മണിക്ക് കയറി കഴിഞ്ഞിട്ട് 4 മണിക്ക് ഇറങ്ങാൻ പറ്റും. വല്ല 1 മണിക്കാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. 4 മണി ആയപ്പോഴത്തേക്കാണ് അവർ നമ്മളെ വിടുന്നത്. അപ്പൊ അതുപോലെയാണ് അവിടുത്തെ കെയറിങ് കാര്യങ്ങളെല്ലാം. അതുപോലെ അവിടുത്തെ കക്കൂസ് എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ടോയ്ലറ്റില്. അതുപോലെ അവിടെ ഇരുന്ന് നമുക്ക് നമ്മളൊരു ആശുപത്രി ചെന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാന്നുള്ളതാണ്. അവരുടെ ആ ചിരിയും സംസാരവും ആ ഡോക്ടർമാരുടെ ചിരിയും അവരെ ഒരു കുടുംബനാഥനെ നോക്കുന്ന പോലെയാണ് അവരുടെ ആ പെരുമാറ്റവും രീതികളും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമ്മളെ ദേഷ്യപ്പെടുകയും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും രോഗിയോടൊക്കെ പറയുമ്പോഴത്തേക്കും രോഗവും കുറിച്ച് കഴിയും കാര്യങ്ങളെല്ലാം. അപ്പം ഞാനിവിടെ ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കുറ്റം പറയുകയെന്നല്ല, അത് നിങ്ങൾ വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. നമ്മളിവിടെ ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ഉള്ളവർ ഇവിടെ നമ്മൾ വലിയ പുള്ളിയായിപ്പോയി അതുകൊണ്ട് അവിടുത്തെ ഉള്ളവരെ നമ്മൾ കുറ്റം പറയുന്നതല്ല. അവിടുത്തെ കാര്യങ്ങളിലൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുപാട് മാറ്റം വരേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ കാരണവന്മാർക്കൊക്കെ ഇവിടെ താമസിക്കാനും അവരെ നോക്കാനും ഒക്കെ ഈ ഓൾഡ് ഏജ് ഹോം പോലെയുള്ളവർക്കൊക്കെ ഡോക്ടർമാർ വരികയും നോക്കുകയും എന്തെല്ലാം സൗകര്യം ഉണ്ടെന്നറിയോ. അതുപോലെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് നമ്മളെ നോക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരാൾ പ്രായമായിപ്പോയി, അയാൾ കിടപ്പിലായിപ്പോയെങ്കിൽ അയാളുടെ വീട്ടിൽ വന്ന് വേറൊരാൾ നോക്കും, ഇല്ലേ? ഇൻഷുറൻസിൽ കവറേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ നാട്ടിലെ ഇൻഷുറൻസ് ഭയങ്കര വ്യത്യസ്തമാണ്. മാത്രമല്ല ഇവിടെ ഏതും കവറേജ് ആവും, ഇവിടെ എല്ലാം കവറേജ് ആവും. പിന്നെ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ പൈസയും കൊടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കണം ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. എന്ത് കഷ്ടപ്പാടാ അവരുടെ കാല് പിടിക്കണം. അത് കഴിഞ്ഞ് പകുതി ദിവസം കൈ ചിലപ്പോൾ പകുതി പൈസ തരുവോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും സാരമില്ല മാർക്കുകൾ. കഷ്ടമായി. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അന്നേരമാണ് അതിലെ ഒരാൾ നടക്കാൻ വന്നതാണേ, അവര് മാറിപ്പോയി. ഹായ്, അയ്യോ കഷ്ടമായി പോയി. മനസ്സിലായി നമ്മൾ എന്തോ കാര്യം പറയാന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ദൈവമേ, അത് സോറി ആയിപ്പോയി. സാരമില്ല, ചേട്ടന് കുറെ ദിവസമായി ഇങ്ങനെ. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാനുണ്ട്, ഓരോരോ കാര്യങ്ങൾ ഇവിടുത്തെ ജീവിത രീതി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പം ഇവിടെ തണലുണ്ട്, ആരെങ്കിലും വേണേൽ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ ഒരു തുപ്പുവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഇടാനോ ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരു ചെറിയ വേസ്റ്റൊക്കെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോകുന്ന വഴിക്ക് കുപ്പി വപ്പി എല്ലാം കുടിച്ചേച്ച് അങ്ങോട്ട് വലിച്ചെറിഞ്ഞാണ് ഇപ്പം അവിടെ മഴവെള്ളം വന്നു കഴിഞ്ഞപ്പം ഈ അങ്ങനെയുള്ള സിസ്റ്റമേ നിർത്തി നമ്മൾ അവിടെ എല്ലാം വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം തന്നെയാണ്. ഇവിടെ നിർബന്ധമായിട്ട് ഇവിടെ മാത്രമേ വേസ്റ്റ് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് അതുപോലെ പൊതുവായിട്ട് നല്ല ശുചിമുറികൾ നമ്മുടെ ശുചിമുറിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ ശുചിമുറി ചെന്നാലോ അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടൊരു ശുചിമുറി ചെന്ന് കഴിഞ്ഞാലോ. ഇന്നലെ നമ്മൾ പോയത് ഗവൺമെന്റും കൂടെ കൂടിയുള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെയല്ല പറഞ്ഞത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെ അത് വൃത്തിയാക്കാനും ഒക്കെ ആൾക്കാർ അവർ തന്നെ വൃത്തിയാക്കുന്നത്, അല്ലാതെ അവിടെ ആളെ നിർത്തി ഒന്നും അല്ല പരിപാടി. അവര് തന്നെ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ അവിടുത്തെ പൊതു സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ എന്ത് രോഗങ്ങൾ കുറയും. നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാലിന്യം കൊണ്ടാണ്. ഇപ്പം നമ്മുടെ അവിടെ വെള്ളം കയറുമ്പം ഈ ഇങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം അവിടെ വന്നടിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് നമുക്ക് പകർച്ചവ്യാധി പുറപ്പെടുന്നത്. മനസ്സിലായോ? ഈ ശുദ്ധമായ വായുവില്ല, ശുദ്ധമായ വെള്ളമില്ല, അങ്ങനെ ഒന്നും ശുദ്ധമല്ലാത്ത രീതിയിലാണ് ഇപ്പം മായം. ഇപ്പം പറയുന്നില്ലേ പെട്രോളിൽ വരെ മായമാണെന്ന് പറയുന്നത്, സർവ്വവസ്തുക്കളും മായമാണ്. അപ്പം നമുക്ക് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
അതാണ്. അപ്പം ശകലം കൂടെ ഈ എല്ലാരും ഇവിടെ വന്ന് കണ്ടു പഠിച്ച് വെച്ച് നമ്മൾ ഇവിടെ വന്ന് കണ്ടു പഠിക്കാനൊക്കെ ചെയ്യണം. കുറെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നാട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി. പക്ഷെ ആരേലും ചെയ്തു വരുമ്പോഴത്തേനും അതിനെ എതിർത്ത് അത് ഇല്ലാതാക്കും. അതാണ് നമ്മുടെ നാട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് കണ്ടാച്ചാണ് ഇപ്പൊ നാട്ടിലൊക്കെ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ധാരാളം വരാൻ തുടങ്ങിയത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്കും ആഗ്രഹം നമ്മുടെ നാടും ഇതുപോലെ ആകണം. നമ്മൾ ഞങ്ങളുടെ നാടിനെ അതുപോലെ സ്നേഹിക്കുന്നു. അത് തന്നെ നമ്മുടെ നാട് ഇതുപോലെ ആകണം. ഇതുപോലെ ആയാൽ മാത്രമേ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് താല്പര്യങ്ങൾ വരാനും സന്തോഷം വരാനും. അപ്പം നമുക്ക് രോഗമൊന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ സന്തോഷമാണ്. ഇവിടെ ഇപ്പോൾ ഇത് ഇഷ്ടംപടി ഓരോ പെട്രോൾ പമ്പിലും ഇഷ്ടംപടി ബ്രാൻഡി, ഏത് കടയിൽ നോക്കിയാലും ഇല്ലേ, പെട്രോൾ പമ്പിലൊക്കെ ചായക്കടയില്ലേ, നമ്മളെ കുടിക്കാൻ പോകുന്ന കടകളിലില്ലേ ബ്രാൻഡി എല്ലാ സാധനവും. പക്ഷെ ആരെങ്കിലും പൂസായി വഴി കിടക്കുന്ന എന്നാലും നീ കണ്ടിട്ടുണ്ടോ? വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരാളെ തല്ലിയെന്നോ കൊല്ലിയെന്നോ എല്ലാം പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതേ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമായിപ്പോയി. ശരിയാണോ? അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ ഇതുണ്ടോ, ഈ പൊതുവഴിയിൽ നിന്നാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഈ പൊതുവഴി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അയ്യോ, നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ പൊതുഞ്ഞ ആൾക്കാർ കൂടിയാണ്. ആൾക്കാർ കൂടുന്നതല്ല, നമ്മൾ പൊതുവഴിയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അഭിപ്രായമായി, ഭയങ്കര പ്രശ്നങ്ങളായി, എന്തെല്ലാം പ്രശ്നങ്ങൾ. നമുക്കിങ്ങനെ സ്വാതന്ത്ര്യമായിട്ടൊന്നും സംസാരിക്കാൻ, ഇങ്ങനെ ഒരു ഉടുപ്പിട്ടുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു വഴി കൂടെ പോകാൻ നമുക്ക് പേടിയാണ്. അതെ അതെ, ആണോ? രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാണെന്നാണ് ഞങ്ങൾ പേപ്പറിൽ മുഴുവൻ വായിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഈ ഒന്നാമത്തെ കയ്യേറ്റം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തോടിൻ്റെ എല്ലാം വീതി കുറഞ്ഞു പോയിട്ടില്ലേ? മാത്രമല്ല കയ്യാലകെട്ടമൊക്കെ വളരെ കുറഞ്ഞു പോയില്ലേ? ഇപ്പോൾ വെള്ളം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെല്ലാം കയ്യാലി ഉണ്ടായിരുന്നോ? കയ്യാലി ഉണ്ടായിരുന്നു, കണ്ടമുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതെല്ലാം നിന്ന് പോയി. അതെല്ലാം നമ്മൾ റവറാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സേഫ്റ്റി ആയി. പക്ഷേ എന്ത് വേണ്ടി, പ്രകൃതി സേഫ്റ്റി അല്ല. അടുത്ത തലമുറയ്ക്കൊന്നും ഇതൊന്നും വേണ്ട. കാരണം അവർക്ക് ഇപ്പം നമ്മൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവർക്കും വിസയൊക്കെ മേടിച്ച് പിള്ളേരെ എല്ലാം സേഫ്റ്റി ആക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് വിട്ടു. ഈ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ തിരിച്ചു വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടുത്തെ കാരണന്മാരെ നോക്കാനോ കൂട്ടാനൊന്നും അവിടെ ആൾക്കാർ അവിടുത്തെ നോക്കുമ്പോ ഇവിടെ ജീവിക്കാൻ സുഖമാണ്. ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് മുന്നോട്ട് നടക്കാം, അവര് നടക്കട്ടെ, അല്ലെ? അവർക്ക് അസ്വസ്ഥതയാണ്. ഞങ്ങള് നടക്കുന്നതിന്റെ വഴിക്കാണ് ചേട്ടന് കുറെ ദിവസമായി എന്നോട് പറയുന്നു, എനിക്ക് കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എന്നോട് പറയണ്ട, ഇത് ഒരു വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ എല്ലാവരും എന്നോട് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാർ ഇതിലെ നടക്കുന്ന സ്ഥലമല്ലേ, ഞങ്ങൾ ആ നടക്കുന്ന വഴിക്ക് നിന്നാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചായിരുന്നു, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, എത്ര നാൾ കൊണ്ട് ഈ പെര പൂർത്തിയാകും, നമ്മുടെ നാട്ടിലെ പോലെ ആണോന്ന്. ഇപ്പം ഒരാഴ്ചയായോ ഞാനിത് കാണിച്ചിട്ട്? ആയില്ല, 3-4 ദിവസമായുള്ളൂ. കണ്ടോ? പെരപണി പൂർത്തിയായി, എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. കണ്ടോ? കാണിക്കാവേ. കണ്ടോ? പെരയുടെ ഏകദേശ രൂപം തീർന്നു. ഇനിയും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പണികളുണ്ടല്ലോ ഒക്കെ ഉള്ളൂ. പുറത്തുണ്ട് പെയിന്റ് അടിക്കാനും കുറെ പണിയും കൂടെ ഉണ്ട്. പിന്നെ കണ്ടോ, അതല്ല ഏറ്റവും വലിയ രസം, ഇവിടെ പണിയുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു നീല കളറുള്ളത് കാണുന്നുണ്ടോ? ഈ സംവിധാനം ഇത് കണ്ടോ, ഇതാണ് ടോയ്ലറ്റ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും പറമ്പ് വഴി ആ സൈഡിൽ കൂടെ പോകും, അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഞങ്ങൾ രാവിലെ നടക്കാനിറങ്ങിയതാണ്. അപ്പോഴത്തെ കാഴ്ചകളും വിശേഷങ്ങളും. പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചേട്ടൻ കുറേ ദിവസമായി ഇങ്ങനെ ഇത് തന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി ഇട്ടാൽ പോരാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചതാണ് കേട്ടോ. വെച്ചിട്ട് ഞാൻ നിർത്താം. ഇവിടുത്തെ ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. ഇത് പല കളർ വരുമല്ലേ? ഇതിന് റെഡ് ഉണ്ട് കേട്ടോ, റെഡ് കളർ ഉണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ ഒരു പൂവ്? അപ്പോൾ ഈ പൂവും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുവാണേ.